മെയ് 20 ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാർ 9 വർഷം പൂർത്തിയാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി എന്നർത്ഥം. അത് കഴിഞ്ഞ് 1 വർഷവും കൂടി പിണറായി സർക്കാർ കേരളം ഭരിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. 9 വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ചു. ഒരു അഴിമതി ആരോപണം പോലും നിലനിൽക്കുന്നത് കോടതി അംഗീകരിച്ചത് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് എക്സാലോജിക് CMRL കേസ് മാത്രമാണ്. അത് എന്താകും എന്ന് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഉറപ്പുണ്ട്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അത് ഒരിക്കലും സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ നേരിട്ട് ബാധിക്കില്ല. ഹൈക്കോടതി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളുകയും ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടത്തിയ പ്രചാരണമുണ്ട്. അത് എന്തായി എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മാസപ്പടി കേസും അവസാനിക്കും എന്ന കാര്യത്തിലും തർക്കമേയില്ല. പക്ഷേ മാസപ്പടി കേസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണ് മാസപ്പടി കേസ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്? അത് പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പാണ്. പുതുപ്പള്ളി ബൈ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പ്, ഉമ്മൻചാണ്ടി അന്തരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ടു മുമ്പ് മലയാള മനോരമയാണ് ഈ വാർത്ത 1-ാം പേജിൽ വലിയ വാർത്തയായി കൊണ്ടുവന്നത്. അതിനു മുമ്പ് തന്നെ ഈ വിവരം ദില്ലിയിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമൊന്നുമല്ലല്ലോ എന്ന് കരുതി മാധ്യമങ്ങൾ വാർത്ത നൽകാതെ മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ മലയാള മനോരമ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത് വലിയ വാർത്തയാക്കി കൊണ്ടുവരികയും മറ്റു മാധ്യമങ്ങളെല്ലാം അത് പിന്നീട് ഏറ്റെടുക്കുകയും കേരളത്തിൽ വലിയ ചർച്ചയാക്കി കൊണ്ടുവരികയും ചെയ്തു. മാസപ്പടി കേസ് എന്താണ് ലക്ഷ്യം? പുതുപ്പള്ളി ഇലക്ഷൻ ആയിരുന്നു. പുതുപ്പള്ളിയിൽ എങ്ങാനും ചാണ്ടി ഉമ്മൻ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയമുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക്. അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുരുപ്പിച്ചീട്ട് എന്ന നിലയിലാണ് മലയാള മനോരമയെ കൊണ്ട് ഈ വാർത്ത കൊടുപ്പിച്ചത്. ആരുടെ സഹായത്തോടു കൂടി? കേന്ദ്ര BJP നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി. ആരെ സഹായിക്കാൻ? UDFനെ സഹായിക്കാൻ. ഇപ്പൊ ഇതാ നിലമ്പൂർ ബൈ ഇലക്ഷൻ മുന്നിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു കുറ്റപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതേ കേസിന്റെ മറ്റൊരു രൂപമായി വീണ്ടും അവതരിപ്പിക്കുന്നത് ആര്? ഏഷ്യാനെറ്റ് ന്യൂസ്. അന്ന് മനോരമയാണെങ്കിൽ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ്. ആരുടെ സഹായത്തോടു കൂടി? BJPയുടെ സഹായത്തോടു കൂടി. ആർക്കു വേണ്ടി? കേരളത്തിലെ UDFന് വേണ്ടി. BJPക്ക് വേണ്ടി ആകാൻ സാധ്യതയില്ല. കാരണം BJPയോട് മത്സരിച്ച് ജയിക്കാനൊന്നും പോകുന്നില്ലല്ലോ നിലമ്പൂരിൽ. അതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സഹായം ചെയ്തു കൊടുക്കുന്നത്? UDFന് വേണ്ടിയിട്ടാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണോ പുതുപ്പള്ളി ഇലക്ഷന് മുമ്പ് മലയാള മനോരമ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് നിലമ്പൂർ ബൈ ഇലക്ഷന് മുമ്പ്, ഉപ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസും ആഗ്രഹിച്ചത്. സംസ്ഥാന സർക്കാരിനെ, പിണറായി വിജയനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഇത് ഉയർത്തിക്കൊണ്ടുവരിക, അത് ചർച്ചയാക്കി മാറ്റുക. അങ്ങനെ കുറച്ച് വോട്ടെങ്കിലും സമാഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അതാണ് ഈ വാർത്തയുടെ, ഈ സമയത്ത് നൽകിയ ഈ വാർത്തയുടെ ലക്ഷ്യം എന്നത് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഒരുപാട് ആലോചിക്കുകയും ഒന്നും വേണ്ട. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പുതുപ്പള്ളിയിൽ വൻ വിജയം നേടി. സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടി അന്തരിക്കുന്നു, മകൻ മത്സരിക്കുന്നു, ഒരു സഹതാപ തരംഗമുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അതേപോലെ നിലമ്പൂരിൽ സംഭവിക്കുമോ? ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നിലമ്പൂർ LDFന്റെ ഒരു ഷുവർ സീറ്റ് ഒന്നുമല്ല, ഉറച്ച സീറ്റ് ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മറിയുന്ന സീറ്റുകളിൽ ഒന്നാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുമോ എന്നത് അവിടെ നിൽക്കട്ടെ. LDF ജയിച്ചാൽ LDFനെ സംബന്ധിച്ച് അത് വലിയ ശക്തിയായി മാറും, വലിയ കരുത്തായി മാറും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി LDF. അതിന് മറ്റൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് CPIM-ഉം LDF-ഉം ജനങ്ങളോട് പറഞ്ഞത്. എന്നാൽ നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമായി വിലയിരുത്തും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്തു തന്നെയായാലും ജയിക്കണം എന്നത് LDFന്റെ ദൃഢനിശ്ചയമാണ്. അത് അറിയാം UDFന്, അതറിയാം ഏഷ്യാനെറ്റിനും,
അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കും. അതുകൊണ്ടാണ് നിലമ്പൂർ ഇലക്ഷൻ എങ്ങനെയെങ്കിലും UDF ജയിച്ചാൽ മാത്രമേ 2026 ഒരു പ്രതീക്ഷ അത് UDF കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രതീക്ഷയുടെ കൈത്തിരി കത്തിക്കണമെങ്കിൽ നിലമ്പൂരിൽ LDF ഏതു വിധേനയും തോൽപ്പിക്കണം. അതിനു വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, 9 വർഷം കേരളം ഭരിച്ചു പിണറായി സർക്കാർ. നിലനിൽക്കുന്ന ഒരാരോപണം പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ആരോപണവുമായി കോടതിയിൽ പോയാൽ കോടതി അത് വലിച്ചെറിയുന്നത് നാം കണ്ടു. ക്യാമറ പ്രതിപക്ഷ നേതാവാണ് കോടതിയിൽ പോയത്, വലിച്ചെറിഞ്ഞു. ഏറ്റവും ഒടുവിൽ മാസപ്പടി കേസ് ഹൈക്കോടതിയിൽ പോയി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കോഴിനാടൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ വക്കീലാണ് എന്നാണ്. അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്ന് അദ്ദേഹം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ കൊണ്ട് അത് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു അഭിഭാഷകൻ മാത്യു കോഴിനാടൻ പരാതി കൊടുത്തിട്ട് പോലും ഹർജി നൽകിയിട്ട് പോലും തള്ളിക്കളഞ്ഞു. തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതിലൊരു അഴിമതിയും നടന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. എന്ന് വെച്ചാൽ ഓരോ ആരോപണം പോലും തെളിവ് സഹിതം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല UDF നേതാക്കൾക്ക്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ മാധ്യമ പടയെ തന്നെ ഇറക്കാറുണ്ട് LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ. ഓരോ മന്ത്രിയുടെയും കൂടെ എന്തിനാണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അഴിമതി നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ. അതേപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെ പിറകെയും മാധ്യമപ്പട വളരെ രഹസ്യമായി നീങ്ങാറുണ്ട്. എന്നിട്ട് പോലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ വളരെ സുതാര്യമായ രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമോ എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നത് മനസ്സിലാക്കാതെ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂർ ഇലക്ഷൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്ര ധൃതി പിടിച്ച് ഇപ്പോൾ SFIO നീങ്ങിയത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് രഹസ്യമായി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി വാർത്തയാക്കിയത് BJP, കേരളത്തിലെ UDF മാധ്യമങ്ങൾ. ഈ കൂട്ടുകെട്ട് ഇതിന് പിറകിലുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതാണ് ഈ കേസും ഇതുമായി ഉണ്ടാക്കുന്ന ചർച്ചകളുമൊക്കെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.